വാട്സ് ബോയ്സ് സുഖമാണെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ ഇടയ്ക്ക് നമ്മൾ തിങ്കളാഴ്ച എറണാകുളത്തോട്ട് പോകുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജോസഫും കൂടെ ഉണ്ട്, എഡിറ്ററും പുറകിരിക്കുന്നു. ബേസിക്കലി വി ആർ ഗോണ ഡ്രൈവ് 24 hours ഊബർ ഓട്ടോ. അപ്പോൾ ഓട്ടോ അടിക്കാൻ പോവുകയാണ് ബോയ്സ്. ഞാൻ ഓട്ടോക്കാരൻ യാറ് വന്ന പേസക്കാരൻ. അപ്പം ആ രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കം എന്ന് പറയുന്നത് കുറവാണ് പൊതുവെ. ഇവന് എനിക്ക് എല്ലാവർക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്റ്റമായിട്ട് ഓടാൻ പോയപ്പോഴും ഉറക്കം കുറവായിരുന്നു. ഇപ്രാവശ്യം വളരെയധികം കുറവാണെന്ന് തോന്നുന്നു. 24 മണിക്കൂർ ഓട്ടോ എന്ന് പറയുന്നത് വളരെ ചാലഞ്ചിങ് ആയിരിക്കും. ഉറക്കം കുറവായതുകൊണ്ട് കണ്ണടഞ്ഞടഞ്ഞ് പോകുന്നു. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഓട്ടോ ഓടിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. കാരണം നമുക്ക് അവിടെ നിന്ന് ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ട്രബിൾ നോക്കേണ്ടി വരും എങ്ങനെയായിരിക്കും അല്ലേ. ഞാൻ ഓട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ പോകും, നമ്മൾ ഓട്ടോ ചേട്ടൻ്റെ പിക്ക് ചെയ്യും. പിന്നെ അവിടെ വെച്ച് നമുക്ക് നോക്കാം എന്താവും. നിങ്ങൾക്ക് പുറകിലായിട്ട് എൻ്റെ എഡിറ്ററിനെ കാണാം. അത് ഉറക്കം മൂടിക്കിടക്കുകയാണ്. പുറകിൽ ശവം കാട്ട് വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ട്. ഒരുത്തരെ കൊന്ന് മൂടിയിട്ടിരിക്കുന്നതൊക്കെ മൂലൊക്കെ. ചേട്ടനാണ് നിൽക്കുന്ന അവിടെ. ചേട്ടൻ എവിടെ? അങ്ങനെ ഞാൻ ഓടിച്ചെത്തി. ചേട്ടൻ ഈ വണ്ടി അവിടെ ഇടാൻ വേണ്ടി പറയുകയാണ്. ആ വീട്ടിനകത്തോടെ ഇടാൻ. അവൻ വണ്ടി കൊണ്ട് ഇടിപ്പിച്ചു. അതിലെ റിവേഴ്സ് എടുക്കടാ. ഇതെല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങോട്ടോ അല്ല എടുത്തോ ഞാൻ പറഞ്ഞുതരാം. എടുത്ത് ട്രിപ്പ് എഴുതിട്ട് വരും. അതായിക്ക് എടാ വെള്ളത്തിൽ കൊണ്ട് ഇടരുന്നില്ലേ. അത് ചെറിയൊരു പോറലേ ഉള്ളെന്ന് തോന്നുന്നു. ഫുള്ളായിട്ടും ചാഞ്ഞ് അകത്തോട്ട് കയറി ഗ്ലാസ്. വണ്ടിക്കകത്ത് വണ്ടി ഇടിച്ചിട്ട് നീ അറിഞ്ഞില്ലല്ലേ. അമ്മ അതിനെ കൊണ്ട് ചാർത്തി. വണ്ടി ഇടിച്ചു ചേട്ടാ. ഞാൻ തന്നെ കയറ്റി അകത്തോട്ട്. ഫസ്റ്റ് വണ്ടിയുടെ ആക്സിഡന്റ് ആണ്. നമുക്കത് വണ്ടി പിന്നത്തേക്ക് റെഡിയാക്കാം. എന്തായാലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ളത്. ഉള്ള അകത്തോട്ട് ഇടിച്ചു കയറിയെന്ന് തോന്നുന്നു കേട്ടോ. മതൽ നല്ല സ്ട്രോങ് ആണ്. അവന്റെ മാനുവൽ വണ്ടി ഓടിക്കുന്ന കണക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ടോണ്ടാണ് അന്ന് നമ്മൾ മുമ്പിലോട്ട് ആക്കിയത്. ഞങ്ങൾക്ക് നോക്കുന്നു മുമ്പിലോട്ട് പോകുന്നു. ഒറ്റയിടി. ഇതിവിടെ നിന്ന് പുള്ളി ഇറങ്ങി വന്നായിരുന്നു. എന്നിട്ട് നീ ആണെങ്കിൽ ഈ ആക്സിഡന്റ് ആയിട്ട് അകത്ത് കിടന്ന് ഉറങ്ങുന്നു. ഞാൻ സൗണ്ട് എന്തോ സംഭവിച്ച പോലെ എനിക്ക് തോന്നി. അവൻ അവിടെ വണ്ടി ഇടിച്ചിട്ട് അവൻ കിടന്ന് ഉറങ്ങും അകത്ത്. എന്തായാലും നല്ല ഉറക്കുക അറിഞ്ഞില്ലേ ഞാൻ. വണ്ടിയൊക്കെ മേടിച്ച് തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. അപ്പം നമ്മളൊരു കാര്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അത് ഫോക്കസ് ചെയ്യട്ടെ. ദൈവമേ കൊക്കയോ വല്ലതായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇത്. ഞാൻ നോക്കി ഒറ്റയടിക്ക് ചാടി കുതിച്ച്. ഇതാണ് വണ്ടി. ഞാനിപ്പം കേരളം മൊത്തം ഓടണ്ട. ആലപ്പുഴ മാത്രം അല്ല, എറണാകുളം മാത്രം ഓടിയാൽ മതി. എൻ്റെ ഫസ്റ്റ് ഓട്ടോ റൈഡിൽ ഓട്ടോ. നമ്മുടെ ഫസ്റ്റ് ഓട്ടോ. ഓ ഞാനൊരു വലിയ വ്യക്തിയാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ഔട്ടുക. കാലിങ്ങനെ പൊക്കൊണ്ട് വരണം അല്ലേ. ഓക്കെ, കാല് പൊക്കൊണ്ട് വരണം. അപ്പൊ ഇവിടെ ഇല്ലല്ലേ ഈ ബ്രേക്കേ ഉള്ള? ഓക്കെ, അപ്പൊ ഒരേ ഒരു ബ്രേക്കേ ഉള്ളൂ. അപ്പൊ ഇവിടെ സാറിന് ബ്രേക്ക് ഇല്ല. ഓക്കെ, അങ്ങനെയാണല്ലേ, നല്ലതാ. ഹാൻഡിൽ ഇത്രയ്ക്ക് ടൈറ്റ് ആണോ? ഓട്ടത്തില് ഫ്രീ ആവും. ആ ചേട്ടൻ കുറച്ച് മല്ല് പിടിക്കുന്നുണ്ടല്ലോ ഇവിടെ. മൽപ്പിടുത്തൊക്കെയാണ് ചേട്ടാ ഇത്. ഞാൻ ഉദ്ദേശിച്ചോളൊക്കെ അല്ല. ഫസ്റ്റ് താഴത്തോടാ പൊക്കത്തോടാണോ? ഫസ്റ്റ് പൊക്കത്തോട്ടാണല്ലേ. ഓക്കെ. ഓ ആ ഓക്കെ ഏകദേശം ഒക്കെ മനസ്സിലായി തുടങ്ങി. അങ്ങനെ എടുക്കുമ്പോ കണ്ട കൈ എവിടെ വെച്ചല്ലാണോ? ചെറിയ വഴിയിലേക്ക് കയറുമ്പോഴേ ചെറുതായിട്ട് ഇവിടെ വരെ പോയുള്ളൂ. ഓട്ടോ പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം വന്ന് പഠിക്കേണ്ടി വരുമല്ലോ. ഇത് ഓടുന്നതിന് മുമ്പേ ആൾക്കാർ എടുത്തോണ്ട് എപ്പോ വീട്ടിൽ എത്തിക്കാനാണ്. അടുത്ത വർഷമാ. ഓടുന്നുണ്ട്. ഓ ഇതെന്താണ് ഇങ്ങനെ വളയുന്നേക്ക്. റിവേഴ്സ് ഒക്കെ ഇങ്ങനെ എടുക്കുന്ന വണ്ടി. ഇത് ഒരു ദിവസം ഓടുന്ന ടാസ്ക് കേട്ടാ. ബ്രേക്ക് ഇവിടെ. ഓ ഞാനിത് ഇത് ഇന്നത്തേക്ക് നടക്കും തോന്നില്ല. സത്യം അതാ.
കുറച്ച് ഓടിച്ചു പഠിക്കണം. ഞാൻ ട്യൂഷൻ ക്ലാസ് എടുത്തിട്ട് വരയുള്ളു. ചേട്ടൻ സമ്മതിക്കണം കേട്ടോ, ഇത് നല്ല ഓടി കിട്ടിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ വളയ്ക്കണമെന്നൊക്കെ പ്രതീക്ഷിച്ചപ്പോ എനിക്ക് എന്തോ ഇത്രയൊക്കെ വടിയുണ്ടല്ലോ ഇതിനകത്ത്. ഇത് ഇവരിട്ടിങ്ങനെയൊക്കെ വളയ്ക്കുന്നൊക്കെ വിചാരിക്കുമ്പോ അത് നല്ല മൽപ്പിടുത്തം വേണം കേട്ടോ. നല്ല നല്ല വെയിറ്റ് ഉണ്ട് ഒരു ഭാഗത്ത്. എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തോട്ട് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് കുറച്ച് നല്ല നിവർന്നിരിപ്പാണല്ലേ, കുറച്ച് ചായമല്ല. മുട്ടേന എന്തായാലും ഉണ്ടാവും അല്ലേ. നല്ല നല്ല പ്രോത്സാഹനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. റിവേഴ്സ് ഒന്ന് ട്രൈ ചെയ്യാൻ പറയുന്ന വണ്ടി വരുന്നു. ഇതിപ്പോ പുറലോട്ട് പോവല്ലേ? ഓ പോകുന്നുണ്ട്. ഇത് ബാക്ക് എങ്ങനെ കാണും? ഓ ഓക്കെ. ഇതൊന്നും ഇല്ലല്ലേ. പിന്നെ നമ്മുടെ ഒരു മനക്കണക്ക് എന്നാന്ന് വെച്ചാൽ ഒടുക്കത്തെ കണക്കായി പോയി. ഇത് കറക്റ്റ് അല്ലല്ലോ കുറച്ചതായിട്ട്. പിന്നെ ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിനോട് രാത്രി വലിയ ലൈറ്റ് ആയിട്ടും. പിന്നെ ഇത് നമ്മുടെ ക്യാഷ് ലൈറ്റ്. പള്ളിയുടെ പൂര ഫുള്ള് ഉണ്ടല്ലോ ഇതിനകത്ത്. കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ഏകദേശം ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പുറകിന്ന് വരുന്ന ആൾക്കാരെ കാണത്തില്ല കേട്ടാ. ആ ചേട്ടന് ഞാനെന്താ ചേട്ടൻ മാഞ്ഞ് പുറകിന്ന് വന്നിരിക്കുന്നു മുമ്പിലോട്ട്. ചെറിയൊരു ഇത് കാണാൻ പറ്റും. എന്ത് ചെറിയ ഗ്യാപ്പാണ്, അതിൽ കൂടി എങ്ങനെ കാണാനാണ് ഞാൻ. ചേട്ടൻ്റെ ഊഹത്തിലാണ് ഈ വണ്ടി ഓടിക്കുന്നത് തോന്നേട്ടാ. കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വണ്ടി പാടായിട്ട് ഈ ചേട്ടൻ അങ്ങനെ ഈ റൈറ്റിലോട്ടുള്ള വലിവ് സഹിക്കുന്നത് ഞാനത് അറിയത്തില്ലെന്നോ? എനിക്ക് നല്ലതായിട്ട് അറിയുന്നുണ്ട്. നമ്മളത് ഓടിച്ച് ഇതായിട്ട് ഇങ്ങനെയാണല്ലോ. പിന്നെ ഇപ്പൊ അതെ കോൺസെപ്റ്റ് ഒന്ന് റെഡിയാക്കണം. ഇതെന്നെ സംഭവം നമ്മള് വീഡിയോ സോറി ആരോ കഞ്ഞി തന്തക്ക് വിളി. ഒരു ദിവസം നല്ല ഫുൾ റൈഡ് ഉണ്ടെങ്കിലേ ഇതെനിക്ക് കയ്യിൽ വഴങ്ങത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓട്ടോക്കാരൻ. ഫസ്റ്റ് ചീത്തക്ക് വിളി ഇട്ടിട്ട് എന്ത് പറയുന്നു? ഫസ്റ്റ് ചീത്ത വിളി എനിക്ക് കേട്ടു. അത് ഞാൻ പെട്ടെന്ന് വളച്ചുകൊണ്ട് ഡ്രൈവേഴ്സ് പാസഞ്ചേഴ്സിനെ കൊണ്ട് വൃത്തിക്ക് പോണ്ടേ. ഒരു മിനിറ്റ് ചേട്ടൻ എന്തെങ്കിലും ചെല്ലത്തില്ലേ? പറക്കം തളികേര പോലെ ഫസ്റ്റ് പ്രാവശ്യം ഓടിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ. പക്ഷെ ചെറിയൊരു ഇഷ്ടം. ചേട്ടന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോ. നീ അതൊന്ന് പിടിച്ചു നോക്ക്. ഇത് ഞാൻ പിടിച്ചു നോക്കി, എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അന്നേ മണഞ്ഞത്. ആണോ? ഇത് പാടാണ്. പാടാണ്. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത കാര്യം. 2 ദിവസം എടുക്കും, പക്ഷെ നമ്മൾ 2 ദിവസം ഇല്ല വെയിറ്റ് ചെയ്യാൻ. അല്ല ഇവിടെ പോയിട്ട് ഇപ്പൊ പോയിട്ട് നമുക്ക് ഇത് തുടങ്ങാം, തിന്നു തുടങ്ങാം. മറ്റേത് ആ വീഡിയോ വെജിറ്റേറിയൻ. ഇത് ഡെയിലി ഓടിച്ച് തന്നെ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക് EV ആയിരിക്കും കുറച്ചൊരു ഭേദം. നമ്മളിപ്പോ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനി പുറകിലത്തെ ബമ്പർ പൊട്ടുപോകുന്ന നമുക്കിനി നോക്കാം. പുളിയൊക്കെ ഫ്രണ്ട് ഇരിക്കുന്നു. അവിടെ കുറച്ച് പുളിയൊക്കെ ഉണ്ട് മുമ്പില്. ഇത് പുറയും കൂടി ഇടിഞ്ഞ് പൊളിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കൊക്കിലോട്ട് തള്ളിയിടാം അതിനെ. പോട്ടെ ചേട്ടൻ, കണ്ട സന്തോഷം. ഇതിപ്പം ചേട്ടൻ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കൺഫേം ചെയ്യാം. ഇലക്ട്രിക് EV ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുത്ത് കിട്ടും, ഇലക്ട്രിക് ഓട്ടോ ആകുമ്പോൾ. അപ്പോൾ എന്തായാലും അത് കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം. ഇന്നത്തെ ദിവസം കുറച്ച് വ്യത്യസ്തമായിരുന്നു കേട്ടോ. വണ്ടി ഇടിക്കുകയും ചെയ്ത് വണ്ടി ഇപ്പോൾ പഞ്ചറായി. ലൊക്കേഷൻ നോക്കി വണ്ടി പോകാൻ പറ്റുന്ന സ്ഥലത്ത് വന്നിരിക്കുന്നു. വണ്ടി പഞ്ചറല്ല, അത്രയ്ക്ക് കാറ്റില്ലെന്നേ ഉള്ളെന്ന് തോന്നുന്നു. അതെ, കറക്റ്റ് സ്ഥലമാണ്. അതെ, നമുക്ക് വണ്ടി പോകാൻ പറ്റിയത്. ഫ്ലാറ്റ് അല്ലടാ, ഇത് റേഡിയൽ ടയർ അല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഫ്ലാറ്റ് അല്ലത്, അത് കാറ്റ് കുറവാണെന്നോ, അത്രേ ഉള്ളൂ. അടിക്കാൻ സാധനം ഇല്ലേ, പമ്പില്ലേ? ഉണ്ട്, എടുത്തിട്ട് അടിക്കാമോ? നീ എന്തോ കണ്ട പഞ്ചറെന്ന് തന്നെ പറഞ്ഞത് വെറുതെ. ഞാൻ ഓർത്ത് ഫുള്ളും കണ്ട ഫോട്ടോ നോക്ക്. അവന്റെ ഫോട്ടോ കണ്ടപ്പോ പറയത്തില്ലല്ലോ. അത് പഞ്ചറായണക്ക് ഫോട്ടോ കണ്ടപ്പോ തോന്നി. നമ്മളിപ്പോ ഇതിന്റെ കാറ്റടിച്ചോണ്ടിരിക്കുകയാണ്. വണ്ടിക്കകത്ത് ഡയറക്റ്റ് അടിക്കുന്നത്. ഞാൻ സാധനം മേടിച്ചായിരുന്നു. ആരാന്ന് നോക്കിക്കേ. ഹലോ, പരിചയമുണ്ടോ ആളെ? നീയല്ലേ എഡിറ്റ് ചെയ്തത്? അതെ, ഞാൻ എഡിറ്റ് ചെയ്തത്. എന്ത് പറ്റി? നിന്റെ പ്രശ്നമില്ല. ക്ഷീണിച്ചെന്നോ? തടിയനെ ആനയായി. ഇതൊക്കെ ബീപ്പ് ചെയ്യേണ്ടി വരും കേട്ടാ. അസഭ്യം പറയാം. ഞാൻ വീഡിയോ എടുക്കാൻ വന്നയാ, പിന്നെ കാർ ആക്സിഡന്റ് ആയി. അപ്പൊ ആക്സിഡന്റ് തിരിച്ചു കൊണ്ടുപോവാ. ഷോറൂമിൽ കൊണ്ടുപോവാ. വെറുതെ താനിവിടെ ഉണ്ടായിരുന്നല്ലോ പോകുന്നത്. ഞങ്ങൾ ഈ പോകുന്ന റൂട്ടിലായിരുന്നു ഓപ്പറോഡ് മാള്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അവനെ ഒന്ന് മുട്ടി നോക്കിയതാ. കൈയൊക്കെ ഒടിഞ്ഞ് സൂപ്പർമാൻ കളിച്ചു. ഞാൻ ചെയ്യാനാ, അവനവിടെ സേഫ് ആയിട്ട് അതെന്ത് ചെയ്യുന്ന അറിയാം ആൾക്കാർക്ക്. അതുകൊണ്ടാ. നിനക്ക് അവസരം ഉണ്ടായിരുന്നു, പിന്നെ വിളിച്ചല്ലായിരുന്നു ഓക്ക് മേടിക്കാൻ. റിഡംഷൻ ആർക്ക് വേണേ ചെയ്യാല്ലോ ഒന്നുകൂടെ.
ഒരു വീഡിയോ ചെയ്താൽ പോരെ? ഇവനെ ഞാൻ ഇവരെയൊക്കെ വല്ല ബിക്കിനി വല്ല ഇടിപ്പിച്ചോണ്ട് നടത്തിക്കൂടെ? അവന്റെ സൈസ് കിട്ടണ്ടേ? അതൊന്നും കുഴപ്പമില്ല, വല്ല വള്ളിയൊക്കെ വെച്ച് കെട്ടി അത് പൊട്ടിപ്പോ. നിനക്ക് അതിന് ഇട്ട് ശീലമുള്ള കൊണ്ടല്ലോ. എനിക്ക് ശീലമൊന്നും അല്ല വള്ളിയൊക്കെ എന്ന് പറയുന്നത് ഇവിടെ വീട്ടിൽ ഇരിപ്പുണ്ട് ഗോൾഡൻ. അത് വേറെ അത് പടക്കം പൊട്ടിക്കുന്ന പരിപാടി. അപ്പൊ ഡാഡ് ബോർഡ് എന്താന്ന് പറഞ്ഞു തന്നെ. എനിക്ക് ഡാഡ് ബോർഡ് അല്ലേ ഇഷ്ടം? പറയൂ. പാക്ക് പോലെയല്ല, ബട്ട് ലിറ്റിൽ ബിറ്റ് മോർ വാട്ട് യു സേ ലൈക്ക് മസിൽസ് ആർ ഹിയർ ആൻഡ് ദേർ. ഡാഡ് ബോർഡ് എന്താ തനിക്കറിയാലോ? എനിക്ക് ഇവിടെ ചോദിക്കട്ടെ. ഡാഡ് ബോർഡ് എന്തുവാ? അതാണ് ഡാഡ് ബോർഡ്. That's not dad bod. That's called obese. It's like a body that's in shape. Okay. Yeah, she says like dad bod is someone who is sort of. Your dad has that. No, my dad has belly fat. That's like a retired. Okay, I'll show you dad bod. Okay. Yeah. അവളുടെ അടിസ്ഥാനത്തിൽ dad bod എന്താ ഞാൻ കാണിച്ചു തരാം. Like a reference, not the exact. I'll show you the exact. Exact കാണിക്കും. ഇവളുടെ അഭിപ്രായത്തിൽ ഇതാണ് ഡാഡ് ബോർഡ് കേട്ടാ. But you don't get the dad bod with the Korean face. Which I don't need a Korean face. You told me that you like Bongu. മൊങ്കു. ഓ മൊങ്കു. പക്ഷേ ഇത് ഡാഡ് ബോർഡ് ആണ്. ജിമ്മിലുള്ളവരെല്ലാം പോയി തൂങ്ങിച്ചാന്ന് നല്ലത്. നീ ഡാഡ് ബോർഡ് കാണിക്കും. It's like proper. That's just him having not flexed his abs. ഇതാണ് ഡാഡ് ബോർഡ്. ഇത് that's a dad board. Okay, this is like he not flexing his abs. ഇതാണ് ഡാഡ് ബോർഡ്. കണ്ട വയറ്. ഡാഡ് എന്ന് പറയുന്ന അച്ഛന്റെ ബോഡി അതാണിത്. അച്ഛന്റെ ബോഡി അല്ല, ഈ ബോഡി ഒന്നും അല്ല. അതെ, അത് വേറെ ആയിരുന്നു. यहाँ पे डैडी बॉट थोड़ी ना है, डैडी तो है. ബോയ്സ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചവിടെ അവരിപ്പോൾ അവരുടെ ബാക്ക് ടു ജോബ്, നമ്മൾ നമ്മുടെ ബാക്ക് ടു ജോബിലോട്ട് പോവുകയാണ്. വണ്ടി കൊണ്ട് പെട്ടെന്ന് കൊടുക്കട്ടെ. അകത്തോട്ട് കയറിയിരിക്കുന്ന എന്ത് കുറച്ച് കയറിയിരിപ്പുണ്ടെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ഇവരെ ആരുണ്ടെങ്കിൽ ഇവരെ പൂട്ടടിച്ചു പോയി ശരിയാക്കിയാലേ ഞാൻ. പോട്ടെ, കുഞ്ഞായതുകൊണ്ടാണ്. പോട്ടെ, കൊച്ചിന് ടെൻഷൻ വരും. പോട്ടെ, വഴി പറഞ്ഞു കൊടുത്താ ശരി. ഇവനെ ഗൂഗിളമ്മ ചതിച്ചിട്ടുണ്ട്. ഗൂഗിളമ്മ ചതിച്ചതാണ്. വൈസ് കഴിഞ്ഞ് അല്ല, വണ്ടി കൊടുത്ത് വണ്ടി ഓക്കെ. ഇപ്പൊ കിട്ടത്തില്ല, 3 ദിവസം കഴിഞ്ഞ് കിട്ടും. ആ വണ്ടി 3 ദിവസം കഴിഞ്ഞിട്ട് കിട്ടും. വീഡിയോ അതൊക്കെ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക്. വീഡിയോ എടുക്കേണ്ടതൊക്കെ താഴ്ത്തിട്ട് പോയി. എന്നാലും വണ്ടി നമുക്ക് അതിന് ഡാഷ് ക്യാം ഒക്കെ ഇല്ലേ, അവിടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു. ഒക്കെ എന്ത് എല്ലാം കഴിഞ്ഞ് ഇല്ല. മണി കുറച്ച് സ്പെൻഡ് ആകും, അത് പറയും. മിനിമം ഉള്ളു. ബാ, നിന്നെ വീട്ടിൽ വിടണ്ടേ? നമുക്ക് നടന്നു പോവാൻ അങ്ങോട്ട്. KSRTC അടുത്താ. ബാഗിനതൊന്നും ഒന്നുമില്ലല്ലോ, നമുക്ക് നടക്കാതെ. ആ വണ്ടിയായിട്ട് വരും, നിങ്ങൾ നടക്കുന്നു. അവൻ വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലേ. അപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിലേക്ക് പറയുമായിരുന്നു വെച്ചാൽ അവരെന്ത് പ്രീമിയം സ്കാമിലാണ് ജീവിക്കുന്നത്. ഒരു വൃത്തിയിൽ അവർ റോഡിനൊക്കെ. അപ്പോൾ അവരെന്ത് റോഡ് കാണിച്ചത് ഈ റോഡ്. നമുക്ക് വൃത്തിയായ റോഡൊക്കെ ഉണ്ട്, എന്നാലും ഉള്ള നല്ല റോഡൊക്കെ ഉണ്ട്. പൊതുവേ നമ്മൾ അവർക്കടിയും കൂടുതൽ. അതാ ട്രെയിനർ വന്ന് ട്രെയിനർ എല്ലാവരും മിസ് ചെയ്യുമായിരുന്നു. ട്രെയിനറിനെ പടിയടച്ച് പിണ്ടം വെച്ചെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. അത് ക്ലെയിമായി. ഒന്നും പറഞ്ഞില്ല, ക്ലെയിം ആക്കി തന്നെ. 3 ദിവസം കഴിഞ്ഞ് കിട്ടും. ഫോട്ടോ അത് ഇടിച്ച വീഡിയോ വരെ ഉണ്ട്. അപ്പോഴാ ഇവൻ നേരെ മതിലിടിച്ച് കയറ്റി. ഈ മതിലിന് ബലം ഉണ്ടാന്ന് നോക്കിയതാ. മതിലൊന്നും പറ്റിയില്ല. പഴയ ആൾക്കാർ പണിതുകൊണ്ടാണ്. ബോയ്സ് ആൻഡ് ഗേൾസ്, ആരെങ്കിലും ഈ റിക്ഷ ഉണ്ടെങ്കിൽ, അച്ഛൻ്റെ കയ്യിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഒരു ദിവസത്തേക്ക് ഒന്ന് ഓടിക്കാൻ തരണം. തരാൻ പറ്റുമെങ്കിൽ തരിക. അത് എറണാകുളത്ത് ഓടിക്കാൻ വേണ്ടിയാണ് ഊബർ. കേട്ടോ, പ്ലീസ്. ഒരു ദിവസത്തേക്കല്ല, 1.5 ദിവസം വേണം. ഒന്ന് ചാർജ് ഒക്കെ ചെയ്യണ്ടേ. അപ്പൊ ആൽഫ്രഡ് പോവുക. ആൽഫ്രഡ് ആ ഓട്ടോ കുറച്ച് പാടാണ്. വ്യായാമം ചെയ്യാൻ പറ്റും. 2 ദിവസം ഓടിച്ചാൽ സെറ്റ് ആകുള്ളൂ. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഓട്ടോ പിടിക്കുന്നത്. ഇപ്പൊ കാറത് അങ്ങനെയായിരുന്നു അവന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ. റോബിൻഹുഡ് പോവുകയാണ്.